ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. തട്ടുകട സ്റ്റൈൽ ചിക്കൻ പീസാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെൽ ബട്ടണും. ഇനി ചിക്കനിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കാം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ തന്തൂരി മസാല, ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് 15 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഇപ്പം ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് വലിയ വലിയ പീസുകളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് നേരെങ്കിലും ഇങ്ങനെ വെച്ചെങ്കിൽ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി നമുക്ക് അതിനാവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസസും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇനി ബാക്കിയുള്ള പീസുകളും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഓരോ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതും ആയതിനു ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ പീസ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്.
അതേപോലെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. എന്തായാലും വീട്ടിലിത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്